തലയിറക്കി കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് കയ്യിലൊന്നും പിടിക്കരുത്. ഓക്കെ. ഹലോ, വെൽക്കം കേട്ടോ. അതെ, ഈ കണ്ണാടി നോക്കി ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നതല്ല കേട്ടോ. ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. എല്ലാം ഒരു കോയിൻസിഡൻസാ. കാര്യം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒട്ടും വിചാരിച്ചില്ല തിരിച്ചു വരുന്നത് എൻ്റെ മുഖത്തിനൊരു മാറ്റവുമായിട്ടാണ്. അതും 15 വർഷമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇന്ന് നേടിയിട്ടാണ് വരുന്നത്. അർച്ചയുടെ ഒരൊറ്റ മോട്ടിവേഷനിലങ്ങ് നടന്നതാ. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും അവിടെ പോയി ഇരുന്ന് തിരിച്ചു വരേണ്ട ആളാണ്. കാരണങ്ങൾ പലതാണ്. സത്യം പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുന്നില്ല, അമ്മ സമ്മതിക്കുന്നില്ല, ചേട്ടൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു തീവ്രമായ ഒരാഗ്രഹം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഇത് നടക്കാതെ പോയെന്നാണ്. അതിലെല്ലാം ഉപരി ആ ഒരു മൊമെന്റ് ഒന്ന് കടന്നു കിട്ടുന്നതിന്റെ പേടിയുമാണെന്ന് തോന്നുന്നു. പിന്നെ എന്റെ ശുപ്പാണ്ടി മൂക്കിൽ ഇത് ചേരുമോ എന്നുള്ളതും എന്റെ സംശയമാണ്. പിന്നെ കരുതി കൊള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഊരിക്കളഞ്ഞ ആ ഹോളങ്ങ് അടഞ്ഞോളുമല്ലോ. അങ്ങനെ ഞാൻ കണ്ടെത്തിയതും ആർച്ച കണ്ടെത്തിയതുമായ കുറെ ന്യായങ്ങൾക്ക് ശേഷം കുത്താൻ തന്നെ തീരുമാനിച്ചു. രണ്ടും നല്ലയാ, രണ്ടും നല്ലയാ. ഞാൻ പറഞ്ഞല്ലോ വരാൻ. ഇനി നമുക്ക് കയ്യിലൊന്നും പിടിക്കരുത്. ഓക്കെ. ഇത്രയൊന്നും ഇല്ല. ആ, കമോൺ, യു ക്യാൻ. ഓ കൊച്ചേ. ആ, ചേട്ടൻ കുത്തിക്കും. യെസ്. തലയിറക്കി കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് യെസ്, ധൈര്യം. ഞാനില്ലേ, യു ക്യാൻ. പറ്റും 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 പറ്റും. കണ്ണട. ഞാൻ ഇപ്പൊ കുത്തുന്നു, ഞാൻ പറഞ്ഞിട്ടേ കുത്തു കേട്ടോ. ഞാൻ ആദ്യം അളവൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞിട്ടേ കുത്തുള്ളൂ കേട്ടോ. ഞാൻ പറയും കുത്തുന്നിട്ട് ഞാൻ പറയും, എന്നിട്ടേ അടിക്കത്തുള്ളൂ കേട്ടോ. പറഞ്ഞിരുന്നെങ്കിൽ വലിച്ചോണ്ട് പോയി. ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തിനാ ഞാൻ ഇങ്ങനെ പേടിച്ചെന്ന്. പിന്നെ നമ്മളൊക്കെ എത്ര ധൈര്യശാലിയാണെങ്കിലും ഒരു പിന്നും വെച്ച് ഇതാ ഇപ്പൊ കുത്തു എന്ന് പറഞ്ഞ ഒരു പേടി തോന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ മൊമെന്റിനോടുള്ള ഭയം മാത്രമാണ്.